പാക് നടപടി അപലപനീയമെന്ന് എന്ന് തന്നെയാണ് വിദേശകാര്യ സെക്രട്ടറി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാൻ കനത്ത തിരിച്ചടി നൽകുന്നു ഭാരതം ഈ ഒരു ഘട്ടത്തിൽ. ഈ അർദ്ധരാത്രിയിലും പാക് പ്രകോപനം തുടരുന്നു. എന്നാൽ ഒരു സ്ഥലത്ത് ഭാരത സൈന്യം കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഐസൺ ജോസ് ചേരുന്നു വാർ ഡെസ്കിൽ നിന്ന്. ഐസൺ, ഈ ഒരു ഘട്ടത്തിൽ കരാർ ലംഘിച്ചു, വാക്ക് തെറ്റിച്ച് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഭാരതം അറിയിച്ച അല്ലെങ്കിൽ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്, ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടെങ്കിൽ അതിന് കനത്ത തിരിച്ചടിയായിരിക്കും അല്ലെങ്കിൽ വലിയ വില പാകിസ്ഥാൻ നൽകേണ്ടി വരുമെന്ന് ഭാരതം അറിയിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ വാക്ക് പാകിസ്ഥാൻ തെറ്റിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു, പ്രകോപനം തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഭാരത സൈന്യം അടിക്ക് തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെ? തീർച്ചയായും ശക്തമായൊരു തിരിച്ചടി ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ ദേവിക മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭാരതം ഈ കാര്യം ടേക്കപ്പ് ചെയ്തിരിക്കുന്നു. അതായത് ഇത്തരത്തിൽ കഴിഞ്ഞ 2 മണിക്കൂറായി, ഇപ്പോൾ നേരത്തെ വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കിയതുപോലെ കഴിഞ്ഞ 2 മണിക്കൂറായി തുടർച്ചയായി പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ്റെ ആ നടപടിയെ കൃത്യമായി സൈന്യം ഏറ്റെടുത്തിരിക്കുന്നു. ഇത് തെറ്റായൊരു നടപടിയാണ്, കരാർ ലംഘനമാണ്, കൃത്യമായും കരാർ ലംഘനമാണ്. ബ്രീച്ച് ഓഫ് എഗ്രിമെൻ്റ് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തു. ആ ബ്രീച്ച് ഓഫ് ട്രീറ്റി ഉണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ കരാർ ലംഘനം ഉണ്ടായിരിക്കുന്നു. ഈ കരാർ ലംഘനം ഉണ്ടായിരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ശക്തമായ തിരിച്ചടി അത് സൈന്യം അതിൻ്റെ മോഡറേറ്റായ രീതിയിൽ, കൃത്യമായ രീതിയിൽ സൈന്യം അതിന് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് വിക്രം മിശ്രയുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുമാത്രമല്ല, ഈ വിഷയം പാകിസ്ഥാനുമായി ഏറ്റെടുത്ത്, അതായത് ഇത്തരത്തിൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയുണ്ടായി എന്ന് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ വഴി തന്നെ ഏത് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നാണോ ധാരണയുണ്ടായത്, അതേ ഉദ്യോഗസ്ഥ തലത്തിൽ ആ ധാരണയെ ടേക്കപ്പ് ചെയ്യണം എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കൃത്യമായൊരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ തെറ്റായ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഡെഫിഷ്യൻസിയോ ഒന്നുമല്ല എന്ന് വളരെ കൃത്യമായി വിദേശകാര്യ സെക്രട്ടറി ഇപ്പോൾ അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായൊരു തിരിച്ചടിയിലേക്ക് ഭാരതം ഇപ്പോൾ തന്നെ പോകുന്നു എന്ന് തന്നെയാണ്. എന്തു തന്നെയായാലും സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നൊരു തിരിച്ചടി ഭാരതത്തിൻ്റെ ഈ വെടിനിർത്തൽ കരാർ, ഭാരതവുമായുള്ള വെടിനിർത്തൽ കരാറിൽ ഉണ്ടായിരിക്കുന്നു. സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണത്തിൽ പാകിസ്ഥാൻ അവിടെ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ ഭാഗമായി ഉണ്ടായിരുന്ന ആക്രമണങ്ങളുടെ ഭാഗമായി ഭാരതത്തിൻ്റെ BSFിലെ ഒരു ജവാനെ വീരമൃത്യു സംഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത്തരത്തിൽ ഈ പാകിസ്ഥാൻ റേഞ്ചേഴ്സിൻ്റെ ആക്രമണത്തിലാണ് അത്തരമൊരു സംഭവം ഉണ്ടായത്. അതുപോലെ തന്നെ മറ്റിടങ്ങളിൽ നഗ്രോട്ടയിലെല്ലാം തന്നെ ഭീകരാക്രമണം തന്നെ നടന്നിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങളെല്ലാം നടന്ന ഒരു പശ്ചാത്തലത്തിൽ കടുത്ത നടപടിയിലേക്ക് ഭാരതം നീങ്ങേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന സൂചന തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായൊരു ഫോർമാലിറ്റിയുടെ ഭാഗമായി ഈ 2 രാജ്യങ്ങളും തമ്മിൽ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ വഴി തന്നെ ഈ വിഷയം ടേക്കപ്പ് ചെയ്യുക എന്ന കൃത്യമായൊരു നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടെ ചില സൂചനകൾ വരുന്നുണ്ട്. നിലവിൽ പരസ്പരം നടക്കുന്ന ഷെല്ലിങ്, പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഷെല്ലിങ്ങിൻ്റെ തോത് കുറഞ്ഞിട്ടുണ്ട് എന്നൊരു സൂചന വരുന്നുണ്ട്. എന്നാൽ ഇതൊന്നും സ്ഥിരീകരിക്കുകയുണ്ടായിട്ടില്ല. മാത്രമല്ല, വിക്രം മിശ്രയുടെ ഭാഗത്തു നിന്ന് അത്തരമൊരു കമൻറ്റും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറെ ഗൗരവം അർഹിക്കുന്നൊരു വിഷയം. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷെല്ലിങ്ങിൻ്റെ തോത് കുറഞ്ഞിട്ടുണ്ട് എന്ന് ചില അനൗദ്യോഗിക വിവരങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്, സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. അതേസമയം വിക്രം മിശ്രി വാക്കുകളിൽ നിന്ന് തന്നെ കൃത്യമായി കരാർ ലംഘനം നടന്നിരിക്കുന്നുവെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യവും, കൃത്യമായി ബോധ്യപ്പെട്ടൊരു സാഹചര്യമുണ്ട്. ഇത് പാകിസ്ഥാൻ മിലിറ്ററി അതോറിറ്റിയുമായി ചേർന്ന് ടേക്കപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഏറ്റെടുക്കേണ്ടതുണ്ട്, അത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന നിലപാട് കൃത്യമായി പാകിസ്ഥാൻ മിലിറ്ററി അറിയിച്ചിട്ടുണ്ട് എന്നും വിദേശകാര്യ സെക്രട്ടറി അറിയിക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടായ ആക്രമണങ്ങൾ, അത് പലയിടങ്ങളിൽ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഈ അതിർത്തിയിൽ ഡ്രോണുകളെല്ലാം തന്നെ പറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള ഡ്രോണുകൾ, അത് നിരീക്ഷണ ഡ്രോണുകളായിരുന്നു, അല്ലെങ്കിൽ പണ്ട് ഏതെങ്കിലും ക്യാമറ സർവീലൻസ് സംവിധാനങ്ങളൊക്കെ പോലെ പ്രവർത്തിക്കുന്ന ഈ സാഹചര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം സ്വാമ്പ് ഡ്രോണുകൾ എന്നൊക്കെ പറയുന്ന കുറേ ഡ്രോണുകൾ വന്ന് അതിൽ ചില ഡ്രോണുകൾ ഇത്തരത്തിൽ നിരീക്ഷണം നടത്തുക, തുടർന്ന് ആ നിരീക്ഷണം നടത്തിയ ഡ്രോണുകളിലെ സിഗ്നലുകൾക്കനുസരിച്ച് തൊട്ടടുത്തുള്ള സ്റ്റേജിലെ ഡ്രോണുകൾ അസോൾട്ട് ഡ്രോണുകൾ പ്രവർത്തിക്കുക, അത്തരത്തിലുള്ള പല സംവിധാനങ്ങളായിരുന്നുവെങ്കിൽ ഇത്തവണ നടന്നത് തീർത്തും സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച അല്ലെങ്കിൽ ഒരു സ്ഫോടനം നടത്താവുന്ന ആയുധമുള്ള ആംഡായ സംവിധാനങ്ങൾ അല്ലെങ്കിൽ വെപ്പണൈസ്ഡ് ഡ്രോണുകൾ തന്നെ എത്തിയിരിക്കുന്നു എന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് തീർച്ചയായും അതീവ ഗൗരവമുള്ളൊരു വിഷയമായി ഭാരതവും അതുപോലെ തന്നെ ഭാരതം ഏറ്റെടുത്തിരിക്കുന്നു. പാകിസ്ഥാനിലെ മിലിറ്ററി അതോറിറ്റിയുമായി DGMOയുമായി ഈ വിഷയം ടേക്കപ്പ് ചെയ്യുന്നതിനുള്ള അല്ലെങ്കിൽ ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് വിദേശകാര്യ സെക്രട്ടറി വളരെ കൃത്യമായി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായും സങ്കീർണമായൊരു സാഹചര്യത്തിലേക്ക് വെടിനിർത്തലിൽ നിന്ന് മണിക്കൂറുകൾക്ക് ശേഷം എത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2 മണിക്കൂറായി എന്ന് കൃത്യമായി പറയുമ്പോൾ 9
9 മണിയോട് കൂടിയാണ് വെടിനിർത്തൽ ലംഘനം ആരംഭിച്ചിരിക്കുന്നത്. ആ സമയത്ത് തന്നെ വാർത്തകൾ പുറത്തു വരികയും ഭാരതത്തിൻ്റെ വിവിധ വാർത്താ ഏജൻസികൾ അത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. 9 മണിയോടുകൂടി വെടിനിർത്തൽ കരാർ ലംഘിക്കുകയും തുടർന്ന് 2 മണിക്കൂറോളം വെടിനിർത്തൽ കരാർ ലംഘനം തുടരുകയും പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. പാകിസ്ഥാൻ റേഞ്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടാകുന്നു, അതുപോലെ തന്നെ നഗ്രോട്ടയിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നു. അത്തരത്തിൽ അത് ചാവേർ ബോംബ് ആക്രമണമാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അത്തരത്തിൽ വിവിധങ്ങളായ രീതിയിൽ ആക്രമണങ്ങൾ നടത്തുന്നു. ഇനിയൊരു തീവ്രവാദ ആക്രമണം ഉണ്ടായാൽ അത് യുദ്ധമായി കണക്കാക്കുമെന്ന് നേരത്തെ തന്നെ വളരെ കൃത്യമായി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അത്തരത്തിലൊരു നിഗമനമുണ്ടായതിനു ശേഷം അല്ലെങ്കിൽ ഒരു തീരുമാനമുണ്ടായതിനു ശേഷമാണ് ഈ വെടിനിർത്തലിലേക്ക് കടന്നത് എന്ന യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ വിഷയം ഇപ്പോൾ പാകിസ്ഥാൻ കൃത്യമായ രീതിയിൽ അഭിസംബോധന ചെയ്യുകയും ഈ വെടിനിർത്തൽ കരാർ ലംഘനം തുടർച്ചയായി ഉണ്ടാകുന്ന വെടിനിർത്തൽ കരാർ ലംഘനം അടിയന്തരമായി നിർത്തിവെക്കാത്തൊരു സാഹചര്യം അടിയന്തരമായി നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുകയുമാണെങ്കിൽ തീർച്ചയായും വലിയൊരു ആക്രമണത്തിലേക്ക് ഭാരതം കടക്കാനുള്ള സാധ്യതയുണ്ട്. അത് യുദ്ധമായി കണക്കാക്കുന്ന ഒരു ആക്രമണത്തിലേക്ക് തന്നെ പോയേക്കാമെന്ന കൃത്യമായ സൂചനകൾ തന്നെ ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുമുണ്ട്. അതിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അജിത് ഡോവൽ എത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ അജിത് ഡോവൽ ഇത് സംബന്ധിച്ച് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടിരുന്നു. അല്പസമയത്തിന് ശേഷം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, അതായത് സംയുക്ത സേനാ മേധാവി എത്തി. ഇപ്പോൾ അടുത്ത സേനാ മേധാവികൾ എത്തുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല. അതുപോലെ തന്നെ BSFിൻ്റെയും അതുപോലെ അനുബന്ധ പാരാമിലിറ്ററി സംവിധാനങ്ങളുടെയും എല്ലാം തന്നെ ഒരു യൂണിഫിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഏത് രീതിയിലാണ് ഒരു പ്രത്യാക്രമണം ഉണ്ടാകുക? നിലവിലെ സാഹചര്യത്തിൽ അതിർത്തിയിൽ നടക്കുന്ന സ്വാഭാവികമായ പ്രത്യാക്രമണത്തിൻ്റെ രീതിയിലുള്ള ആക്രമണങ്ങൾ കൃത്യമായും ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. മോഡറേറ്റായ ആക്രമണങ്ങൾ ഉണ്ടായി എന്ന് വിക്രം മിസ്രി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും തുടർന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയാണ്. ഇനി പാകിസ്ഥാൻ ഈ വിഷയത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കുകയും പൂർണ്ണമായും വെടിനിർത്തൽ യാഥാർത്ഥ്യമാവുകയും ചെയ്തില്ലെങ്കിൽ ശക്തമായ ഒരു ആക്രമണത്തിലേക്ക് ഭാരതം നീങ്ങുമെന്ന സന്ദേശം തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന കൂടിക്കാഴ്ചയിലും അതുപോലെ തന്നെ സംവിധാനങ്ങളിലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കൃത്യമായൊരു സന്ദേശം ഭാരതത്തിൽ നിന്ന് DGM ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ കൃത്യമായും പാകിസ്ഥാൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷനെ ഒരു സന്ദേശം നൽകുകയായിരിക്കും ചെയ്യുക. അതായത് ഇനിയും വെടിനിർത്തൽ ലംഘനം തുടർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന സന്ദേശം നൽകിയതിന് ശേഷവും വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടാവുകയും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാവുകയുമാണെങ്കിൽ തീർത്തും ശക്തമായൊരു പ്രത്യാക്രമണം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രത്യാക്രമണം തന്നെ പ്രതീക്ഷിക്കാവുന്നതുമാണ്. ദേവിക, വന്നിരിക്കുന്നു. ഭാരതം സ്ഥിരീകരിച്ചിരിക്കുന്നു പാക് നടപടി അപലപനീയമാണ്. പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണ ലംഘിച്ചു എന്ന് ഭാരതം അറിയിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ സാഹചര്യം മനസ്സിലാക്കി പെരുമാറണമെന്ന് ഭാരതം അറിയിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ അതിർത്തിയിൽ ധാരണയ്ക്ക് വിപരീതമായ കാര്യങ്ങൾ നടക്കുന്നുവെന്നും ഭാരതം അറിയിക്കുന്നൊരു സാഹചര്യമുണ്ട്. പാകിസ്ഥാൻ ഈ ഒരു ഘട്ടത്തിൽ ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്ന ഭാരതത്തിന്റെ താക്കീത് വന്നിരിക്കുന്നു. എന്നാൽ ശക്തമായ തിരിച്ചടിയാണ് അതിർത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാരതം പാകിസ്ഥാനെതിരെ കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്നു. പാകിസ്ഥാൻ ഭാരത സൈനിക കേന്ദ്രങ്ങളാണ് ലക്ഷ്യം വെച്ചത്. പക്ഷേ സൈനിക കേന്ദ്രങ്ങളിൽ ഒന്ന് തൊടാൻ പോലും പാകിസ്ഥാന് അനുവദിച്ചിട്ടില്ല. വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഭാരതം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഐസൻ ജോസ് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത് സൈനിക കേന്ദ്രങ്ങളാണ് പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചത്. ഇത് ഈ ധാരണ ലംഘിച്ചു എന്നതിലുപരി സൈന്യത്തിന്റെ കൂടുതൽ ഈ ധാരണയിലൂടെ തന്നെ കൂടുതൽ ഭാരതത്തിന്റെ ശ്രദ്ധ മാറ്റാൻ പാകിസ്ഥാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണങ്ങളെല്ലാം ഈ ഒരു ഘട്ടത്തിൽ വരുന്നുണ്ട്. പക്ഷേ ഇത് വളരെ നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം വളരെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നു. വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തി നിൽക്കുന്നു. സമാധാനത്തിന്റെ പാതയിലേക്ക് വന്നു എന്ന് പറയുന്നതിന് തൊട്ടു പിന്നാലെ വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വരുന്നു. പക്ഷേ അതെല്ലാം ഭാരത സൈന്യം തടഞ്ഞിരിക്കുന്നു, ശക്തമായി തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. അതിർത്തിയിൽ ധാരണയ്ക്ക് വിപരീതമായ സാഹചര്യം എന്ന് ഭാരതം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. തീർച്ചയായും കരാർ ലംഘനം നടന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ധാരണയ്ക്ക് വിപരീതമായ നീക്കങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അത് പാകിസ്ഥാൻ റേഞ്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായി എന്നാണ് പ്രാഥമികമായ നിഗമനങ്ങൾ. പാകിസ്ഥാൻ റേഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഭാരതത്തിൻ്റെ BSFന് സമാനമായി അതിർത്തി കാക്കുന്ന പാരാമിലിറ്ററി സംവിധാനമാണ്. ആ അതിർത്തി കാക്കുന്ന പാരാമിലിറ്ററി സംവിധാനത്തിൻ്റെ ഇത്തരത്തിലുള്ളൊരു ആക്രമണം ഉണ്ടാകുമ്പോൾ വീണ്ടും വലിയ ചില പ്രശ്നങ്ങൾ ഇക്കാര്യത്തിൽ നിരീക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഏതെങ്കിലും തരത്തിൽ തങ്ങളെ ആക്രമിക്കാൻ തുനിയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നിർമ്മാണം ഈ ഇൻഡസ് വാലിയുമായി ബന്ധപ്പെട്ട്
ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ നടത്തുകയാണെങ്കിൽ അതിനെല്ലാം തന്നെ ആക്രമിക്കുമെന്ന ഒരു നിലപാട് നേരത്തെ പാകിസ്ഥാൻ അറിയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായുള്ള ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാതിരിക്കുക എന്നൊരു ആവശ്യം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ അത്തരമൊരു നടപടി ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പാകിസ്ഥാൻ്റെ ഈ പാരാമിലിറ്ററിയോ അല്ലെങ്കിൽ ഭീകരർ തന്നെയോ എത്താനുള്ളൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നേരത്തെ നടന്ന ഈ ചാവേർ ആക്രമണം നൊഗ്രട്ടയിൽ നടന്ന ഈ ചാവേർ ആക്രമണമെല്ലാം തന്നെ അത്തരത്തിൽ കൂട്ടി വായിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഏതെങ്കിലും തരത്തിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് സംബന്ധിച്ച് ഒരു അന്ത്യശാസനം, അല്ലെങ്കിൽ ഇത്തരത്തിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നു, 2 മണിക്കൂറോളമായി തുടർച്ചയായി ഇത്തരത്തിൽ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടാകുന്നു, അത് ഓർഗനൈസ്ഡായ ഒരു ആക്രമണമായി തന്നെ ഭാരതത്തിന് നേരെ നടക്കുന്നു എന്ന് കൃത്യമായി തെളിയിക്കാവുന്ന സൂചകങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമായിരുന്നത്. നമുക്കറിയാവുന്നതാണ് ഈ ആക്രമണം നടന്ന് തീർച്ചയായും ഈ ആക്രമണം നടക്കുമ്പോൾ അതിന് പിന്നിൽ ഒരു ഓർഗനൈസ്ഡായ സംവിധാനമുണ്ട് എന്ന് മനസ്സിലാക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ പല സൂചനകളും അല്ലെങ്കിൽ ചില സംശയങ്ങളെല്ലാം നിലനിന്നിരുന്നത് ഈ പാകിസ്ഥാൻ്റെ ആർമിയുടെ ഇടയിലുള്ള ചില അന്തഛിദ്രങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ ആണോ ഇത്തരത്തിലൊരു നീക്കത്തിന് കാരണമെന്ന ഒരു സൂചന നിലനിന്നിരുന്നുവെങ്കിലും ആ സൂചനയെല്ലാം തന്നെ തള്ളിക്കളയുന്ന, അതൊന്നുമല്ല, കൃത്യമായ ഒരു ആക്രമണം പാകിസ്ഥാൻ ആസൂത്രണം ചെയ്ത് പാകിസ്ഥാൻ്റെ പാരാമിലിറ്ററി സംവിധാനങ്ങളും അതുപോലെ തന്നെ അനുബന്ധ സംവിധാനങ്ങളും പലയിടങ്ങളിലും വീണ്ടും ഈ സമാധാന കരാറിനെ അല്ലെങ്കിൽ ഈ ഒരു വെടിനിർത്തൽ ധാരണയെ അട്ടിമറിക്കാനുള്ള കൃത്യമായ നീക്കം നടത്തുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയായി തന്നെ, അല്ലെങ്കിൽ ഒരു തെളിവുകളായി തന്നെയാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. 2 മണിക്കൂറോളമായി വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനം തുടർച്ചയായി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മറ്റു രീതിയിൽ സംശയിക്കേണ്ട യാതൊരു സംഭവവുമല്ല. തീർത്തും വെടിനിർത്തൽ കരാർ ലംഘിക്കുക, ഭാരതത്തിൻ്റെ അതിർത്തി കടന്നു കയറുക, ഭാരതവുമായി ഉണ്ടാക്കിയ സമാധാന കരാറിനെ ഇല്ലാതാക്കുക എന്ന കൃത്യമായൊരു നീക്കം തന്നെയാണ് ഉണ്ടാകുന്നത്. ഇത് ലക്ഷ്യം വയ്ക്കുന്നത് നേരത്തെ നമുക്കറിയാവുന്നതാണ്. പാകിസ്ഥാൻ്റെ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ മുഴുവൻ, ചൈനയും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളിൽ നിന്ന് അവർക്ക് ലഭിച്ച എയർ ഡിഫൻസ് സംവിധാനങ്ങൾ മുഴുവൻ തകർത്തെറിയുന്നൊരു നീക്കം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായി ഉണ്ടായിരുന്നു. ആ നീക്കത്തിനെ പ്രതികാരം ചെയ്യുക എന്നൊരു നീക്കം, അല്ലെങ്കിൽ അതിനെ റിട്ടാലിയേറ്റ് ചെയ്യുക എന്നൊരു നീക്കത്തിൻ്റെ കൂടി ഭാഗമായാണ് ഈ ആക്രമണങ്ങൾ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇത് സൈന്യത്തിൻ്റെ ഒരു നിയന്ത്രണ വിധേയമല്ലാത്ത സൈന്യത്തിൻ്റെ ഏതെങ്കിലും ഒരു അതിക്രമമായി കണക്കാക്കാൻ സാധിക്കില്ല. ഇത് ഭരണകൂടത്തിൻ്റെ അനുമതിയോടെ അല്ലെങ്കിൽ കൃത്യമായ പൊളിറ്റിക്കൽ നേതൃത്വത്തിൻ്റെ അനുമതിയോടെ തന്നെ നടക്കുന്ന ഒരു ആക്രമണമായി തന്നെ ഇതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഗൗരവതരമായിരിക്കുന്നു കാര്യങ്ങൾ. ഈ പാകിസ്ഥാനിലെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷനുമായി ഈ വിഷയം ഏറ്റെടുക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് വിക്രം മിസ്രി പറയുന്നതിൽ നിന്നും അത് അത്തരത്തിലുള്ള നടപടികൾ, അതായത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ പാകിസ്ഥാൻ്റെ തൻ്റെ കൗണ്ടർ പാർട്ടുമായി ഇക്കാര്യം സംസാരിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങുന്നുണ്ടായിരിക്കും. ഒരുപക്ഷേ നടപടികളെ സംബന്ധിച്ച് പുതിയ വിവരം ഇപ്പോൾ പുറത്തു വരാനുള്ള സാധ്യതയുമുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ ഈ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ ഇങ്ങനെ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നു എന്ന വിഷയം കൃത്യമായി പരസ്പരം അറിയിക്കുകയും ഇനിയും അത് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ എന്ന കൃത്യമായ ചോദ്യം മുന്നോട്ട് വരികയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് ഏറ്റെടുക്കുകയാണ്. വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന വിഷയം അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് ട്രീറ്റി ഉണ്ടാകില്ല എന്നൊരു വാഗ്ദാനം ഉണ്ടാവുകയും അത് നടപ്പിലാവുകയും ചെയ്യുക എന്നതാണ് ഇനി സമാധാനത്തിൻ്റെ വഴി. പക്ഷേ അത്തരത്തിലൊരു വാക്കുകൾ നൽകുകയും വീണ്ടും ആക്രമണം തുടരുകയുമാണെങ്കിൽ തീർച്ചയായും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ്റെ വാക്കുകൾ വിശ്വസനീയമല്ല എന്ന നിഗമനത്തിലേക്ക് ഭാരതത്തിന് എത്താൻ സാധിക്കുകയും കടുത്ത നടപടിയിലേക്ക് നീങ്ങാനുള്ള സാധ്യത തുറക്കുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേവിക. തന്നെയാണ് RS പുരിയിൽ പാക് ഷെല്ലാക്രമണം നടന്നിരിക്കുന്നു. ഷെല്ലാക്രമണത്തിൽ ഒരു BSF ജവാന് വീരമൃത്യു. ഇന്നലത്തെ വെടിവയ്പിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന BSF സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഇംതിയാസ് അല്പസമയത്തിന് മുൻപ് വീരമൃത്യു വരിച്ചു എന്ന ഒരു റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജമ്മു കശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഒരു ഭീകരനെ സൈന്യം വധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഒരു ഭീകരനായി തിരച്ചിൽ തുടരുന്നു എന്ന വാർത്തകൾ കൂടി ഒരു ഘട്ടത്തിൽ വരുന്നു. പക്ഷെ ഐസർ, നമുക്ക് പറയേണ്ടത് പലയിടങ്ങളിലും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഹീനമായ പ്രവർത്തികൾ വരുന്നു. ധാരണ ലംഘിച്ചു എന്നതിൽ ഉപരി ഹീനമായ ചില പ്രവർത്തികൾ കൂടി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വരുന്നു എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായത് അതിർത്തിയിലെ അവസ്ഥ തന്നെയാണ്. പാകിസ്ഥാൻ വലിയ രീതിയിലുള്ളൊരു ധാരണ ലംഘനം നടത്തിയിരിക്കുന്നു. അതിനെതിരെ ഭാരതം ശക്തമായി തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ അർദ്ധരാത്രിയിലും വലിയ തിരിച്ചടികൾ പാകിസ്ഥാൻ നേരിടേണ്ടി വരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഭാരതം സ്ഥിരീകരിച്ചിരിക്കുന്നു ഇത്തരത്തിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ചു എന്ന റിപ്പോർട്ടുകൾ. മാത്രവുമല്ല, ഭാരതം ഇപ്പോൾ ശക്തമായി അവിടെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് കൂടി വരികയാണ്. എന്തായാലും സൈന്യത്തിന് BSFന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. BSF കനത്ത രീതിയിൽ തിരിച്ചടിക്കുന്നു. വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ അതിർത്തിയിൽ നിലനിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.
തീർച്ചയായും ദേവിക, BSFിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായൊരു നീക്കം, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാക് റേഞ്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണം, അതുപോലെ ഒരു BSF ജവാന്റെ വീരമൃത്യുവിലേക്ക് നയിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ജീവനെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഒരു ജവാന്റെ ജീവനെടുത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായും BSF തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അത് സുരക്ഷയുടെ ഭാഗമായി തന്നെ നീക്കേണ്ട ഒരു നടപടിക്രമമാണ്. അതുകൊണ്ട് തന്നെ ഒരു വീരമൃത്യു മരിച്ച സൈനികൻ്റെ വീരമൃത്യുവിലേക്ക് കാര്യങ്ങൾ നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ശക്തമായ തിരിച്ചടി അല്ലെങ്കിൽ ഒരു റിറ്റാലിയേറ്ററി ആക്ട് തന്നെ വളരെ കൃത്യമായി നടക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നില്ല. അത് നടക്കുകയും ചെയ്തു എന്ന് വിക്രം മിസ്രി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സ്ഥിരീകരണത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാവുന്ന ഒരു ഏറ്റവും വലിയൊരു സത്യമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ വെടിനിർത്തൽ കരാർ ലംഘനം മനഃപൂർവ്വം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പാകിസ്ഥാൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷനുമായി ധാരണ ഉണ്ടാക്കുന്നു. മിലിറ്ററി ഓപ്പറേഷനുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ് പാരാമിലിറ്ററി സംവിധാനങ്ങളെല്ലാം തന്നെ. ഇതിൻ്റെ ഒരു കോർഡിനേഷനാണ് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ചെയ്യുന്നത്. ആ മിലിറ്ററി ഓപ്പറേഷൻ ഡയറക്ടർ ജനറലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ധാരണയെ പൂർണ്ണമായി ലംഘിക്കാൻ ആ മിലിറ്ററി ഓപ്പറേഷൻ ഡയറക്ടർ ജനറലിൻ്റെ കീഴിൽ തന്നെയുള്ള ഒരു സൈന്യം, അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെ നിയന്ത്രിതമായ ഒരു സൈനിക വിഭാഗത്തിന് അല്ലെങ്കിൽ അർദ്ധസൈനിക വിഭാഗത്തിന് സാധിക്കുന്നുവെങ്കിൽ അത് ഒരു വിഷയമായി തന്നെ വരുന്നു. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഒരു ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു നഗ്രോട്ടയിൽ എന്നാണ്. അത് നഗ്രോട്ടയിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ്. ഈ നഗ്രോട്ടയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഭീകരാക്രമണത്തെ ആ ഭീകരാക്രമണമായി തന്നെ, അതായത് ഒരു ആത്മഹത്യാ ചാവേർ ബോംബായി തന്നെ പരിഗണിക്കപ്പെടുമ്പോൾ അത് ഭീകരാക്രമണത്തിനുള്ള നീക്കങ്ങൾ വീണ്ടും നടത്തുന്നു. അതായത് ഈ വെടിനിർത്തൽ കരാർ എന്ന് പറയുന്ന ആ ഒരു സാധ്യത പ്രയോജനപ്പെടുത്തി വീണ്ടും ഭീകരർ കടന്നു കയറി ആക്രമണം നടത്താനുള്ള ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നത് അതീവ ഗൗരവതരമായൊരു വിഷയമാണ്. വെടിനിർത്താമെന്ന ഒരു നിലപാട് അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറിന് തയ്യാറെന്നൊരു നിലപാട് കൃത്യമായി പരസ്പരം അതിൻ്റെ പ്രോട്ടോകോൾ പ്രകാരം, വാർ പ്രോട്ടോകോൾ പ്രകാരം അല്ലെങ്കിൽ ഈ സംഘർഷം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അന്താരാഷ്ട്ര ധാരണകൾ, സൈനിക ധാരണകൾ പ്രകാരമുള്ള പ്രോട്ടോകോൾ പ്രകാരം തന്നെ കൃത്യമായും പരസ്പരം ഫോണിൽ സംസാരിക്കുകയും ഇനി ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം 12-ാം തീയതി തുടർ ചർച്ചകൾ നടക്കാനിരിക്കുകയും, അതായത് തിങ്കളാഴ്ച തുടർ ചർച്ചകൾ നടക്കാനിരിക്കുകയും ചെയ്യുന്നു എന്ന ഒരു റിലീസാണ് അല്ലെങ്കിൽ ഒരു വിവരമാണ് നേരത്തെ പുറത്തു വന്നതെങ്കിൽ ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ, അതായത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അടുത്ത 2ാം ഘട്ട ചർച്ചകൾ നടക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് നീങ്ങുന്നു എന്നത് കൃത്യമായൊരു ഓർഗനൈസ്ഡ് ആയൊരു നീക്കമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. സൈന്യം പാകിസ്ഥാൻ്റെ സൈന്യം അത് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഈ സംവിധാനങ്ങൾ അത് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നു എന്ന് തന്നെയാണ് ഈ സൂചനയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അതീവ ഗൗരവതരമായ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷനുമായി പരസ്പരം 2 DGMOമാരുമായും അത് കൈകാര്യം ചെയ്യുമെന്ന് കൃത്യമായി വിക്രം മിസ്രി അറിയിച്ച ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കെ അത് സംബന്ധിച്ചുള്ള റിസൾട്ടുകളാണ് ഇനി വരും മണിക്കൂറുകളിൽ ഉണ്ടാകാനിരിക്കുന്നത്. കൃത്യമായൊരു സന്ദേശം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് വെടിനിർത്തൽ കരാർ 4ാമത്തെ മണിക്കൂറിൽ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. 2 മണിക്കൂറോളമായി ഈ ഡ്രോൺ ആക്രമണവും അതുപോലെ തന്നെ പരസ്പരം വെടിയുതിർക്കലും അതുപോലെ ചാവേർ ബോംബാക്രമണം പോലുള്ള വിഷയങ്ങളുമെല്ലാം തന്നെ ഈ 2 മണിക്കൂറിൽ നടന്നിരിക്കുന്നു എന്നത് അതീവ ഗൗരവതരമായൊരു വിഷയമായി തന്നെ പരിഗണിക്കുന്നു ഭാരത സർക്കാർ എന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും അനുബന്ധ സംവിധാനങ്ങളും എല്ലാം തന്നെ ഇക്കാര്യം നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഒരു പ്രത്യാക്രമണത്തിൻ്റെ സാധ്യതകൾ തന്നെയാണ് എങ്കിൽ കൂടി അത് സംബന്ധിച്ച സ്ഥിരീകരണം ഇനിയും വരേണ്ടതുണ്ട്. വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന്, കൃത്യമായ ഉറപ്പ്, അതായത് വിശ്വസനീയമായൊരു ഉറപ്പ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും അതൊരു സമാധാനത്തിൻ്റെ വഴിയിലേക്കും, അത് ലഭിക്കാതിരിക്കുകയാണെങ്കിൽ ഒരു പ്രത്യാക്രമണത്തിൻ്റെ വഴിയിലേക്കും നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ്, ഒരു കൃത്യമായ ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജസ്ഥാനിലെ ജയ്സാൽമീറിലും ഗുജറാത്തിലെ കച്ചിലുമെല്ലാം ബ്ലാക്ക് ഔട്ടാണ്. കനത്ത ജാഗ്രതയിലാണ് അതിർത്തി പ്രദേശങ്ങൾ. നിയന്ത്രണ രേഖയിലും പാക് ഡ്രോണുകൾ എത്തി എന്നുള്ളതാണ് ഐസൻ. 3 പാക് ഡ്രോണുകൾ ഭാരത സൈന്യം തകർത്തിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ ധാരണ വന്നതിന് ശേഷവും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് കരുതിക്കൂട്ടി ചെയ്തത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. നിയന്ത്രണ രേഖയ്ക്കരികിൽ വരെ പാക് ഡ്രോണുകൾ എത്തിയിരിക്കുന്നു. പക്ഷേ ഭാരത സൈന്യം പാക് ഡ്രോണുകൾ തകർത്തെറിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും പാക് ഡ്രോണുകൾ എത്തിയിരിക്കുന്ന ജയ്സാൽമീറിലെ ഒരു പശ്ചാത്തലം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതാണ് ഇക്കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിന്, അതായത് വ്യോമാക്രമണത്തിനെത്തിയ പൈലറ്റുമാരെ പിടികൂടിയത് ഈ ജയ്സാൽമീറിലെ ഒരു BSF സംവിധാനങ്ങളാണ്. ക്വിക്ക് റെസ്പോൺസ് ടീമാണ് പിടികൂടിയത്. അവരുടെ സംബന്ധിച്ച് അവരുടെ തിരിച്ചയക്കുന്നത് സംബന്ധിച്ചുള്ള വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയായിട്ടുണ്ടാകുമെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് സംബന്ധിച്ചുള്ള ചർച്ചകളായിരിക്കും 12-ാം തീയതി നടക്കുക. അതായത് ഭാരതം പിടികൂടിയ പാകിസ്ഥാൻ്റെ പൈലറ്റുമാരുടെ കാര്യങ്ങളിലൊക്കെ
തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പൈലറ്റുമാരെ തിരിച്ചുവിടുന്നത് സംബന്ധിച്ചും അതുപോലുള്ള നയതന്ത്രപരമായ അല്ലെങ്കിൽ സൈനികപരമായ ചില ധാരണകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഒരുപക്ഷേ ജയ്സാൽമീറിനെ ലക്ഷ്യം വയ്ക്കുന്നത് ഈ ഒരു പ്രശ്നത്തിലായിരിക്കാം എന്നുകൂടി നമുക്ക് അനുമാനിക്കേണ്ടതുണ്ട്. ജയ്സാൽമീറിനെ ലക്ഷ്യം വയ്ക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ബ്ലാക്ക് ഔട്ടുകൾ അവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഒരു പഴയ 1971 യുദ്ധ സാഹചര്യത്തിലേക്ക് ഭാരതത്തെ ഈ അടുത്ത ദിവസങ്ങളിലായി കൊണ്ടുപോയ ഒരു സാഹചര്യമാണുള്ളത്. വ്യാപകമായ ബ്ലാക്ക് ഔട്ടുകളെല്ലാം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ബ്ലാക്ക് ഔട്ടുകൾക്ക് നിർദ്ദേശങ്ങൾ മജിസ്ട്രേറ്റുമാർ, അതായത് ജില്ലാ മജിസ്ട്രേറ്റുമാർ നൽകുന്നു. അതായത് നേരത്തെ നമുക്കറിയാവുന്നതുപോലെ ആർമി ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് പാകിസ്ഥാൻ ലക്ഷ്യം വയ്ക്കുന്നു എന്ന് കൃത്യമായ നിർദ്ദേശം ആർമി നൽകുന്നതോടുകൂടി അവിടുത്തെ സിവിലിയൻ സംവിധാനങ്ങൾ ഒറ്റയടിക്ക് ഉണർന്ന് പ്രവർത്തിക്കുകയും ഈ സൈറൺ മുഴങ്ങുകയും ആ സൈറൺ മുഴങ്ങുന്നതോടുകൂടി തന്നെ ഈ ബ്ലാക്ക് ഔട്ട് നിർദ്ദേശം ലഭ്യമാവുകയും ചെയ്യുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ബ്ലാക്ക് ഔട്ടിൻ്റെ ട്രയൽ വേളയിലെല്ലാം തന്നെ കാലങ്ങളായി ചരിത്രത്തിലാദ്യമായി അമൃത്സറിലെ ക്ഷേത്രത്തിലെ ബ്ലാക്ക് ഔട്ട് എല്ലാം തന്നെ നമ്മൾ കാണുകയും ചെയ്തിരുന്നു. അത് എല്ലാ ലൈറ്റുകളും അണയ്ക്കുന്ന ഒരു നീക്കമുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാ ലൈറ്റുകളും അണയ്ക്കുന്ന സാഹചര്യം ജയ്സാൽമീറിലുണ്ടായിരിക്കുന്നു, അതുപോലെ തന്നെ ഗുജറാത്തിലെ കച്ചിലുണ്ടായിരിക്കുന്നു. അത്തരത്തിൽ പല മേഖലകളും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ പാകിസ്ഥാൻ്റെ അതിർത്തി 2000-ലേറെ കിലോമീറ്റർ വരുന്ന ഭാരതത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ, അതായത് ലൈൻ ഓഫ് കൺട്രോളിന് പുറമേയുള്ള അതിർത്തി പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള ഒരു സന്നാഹങ്ങൾ ഭാരതം നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. കടലിൽ സന്നാഹങ്ങൾ ഒരുക്കിയിരുന്നു. അത്തരത്തിൽ വിശാലമായ സന്നാഹങ്ങൾ ഒരുക്കിയ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് എന്നതുകൊണ്ട് തന്നെ അതിനെ നിർവീര്യമാക്കുന്നത് വലിയൊരു കാഠിന്യമേറിയ പ്രവൃത്തിയോ അല്ലെങ്കിൽ ഒരു ഹെർക്കുലിയൻ ടാസ്കോ അങ്ങനെ ഒരു പ്രശ്നമായൊന്നും തന്നെ നമുക്ക് വരുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. എങ്കിൽ കൂടി തീർച്ചയായും ഈ സൈന്യത്തിൻ്റെ നീക്കങ്ങൾ അതീവ ഗുരുതരമായ ഒരു പ്രത്യാഘാതങ്ങൾ ഭാരതത്തിന് ഉണ്ടാക്കാനുള്ളൊരു നീക്കമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചടി അനിവാര്യമാണ്. ശക്തമായ തിരിച്ചടി ഉണ്ടാകും. ആ തിരിച്ചടിക്കാനുള്ള സാധ്യതയുടെ പശ്ചാത്തലം നിലനിൽക്കുമ്പോഴാണ് ഈ വിഷയം ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഈ പരസ്പര ഈ സൈനിക മേലധികാരികൾ തമ്മിലുള്ള ചർച്ചകളിലൂടെ തീരുമാനിക്കാനിരിക്കുന്നത്. തീർച്ചയായും അത്തരത്തിലൊരു തീരുമാനം ഉടൻ വരികയാണെങ്കിൽ അല്പസമയത്തിനകം അത് സംബന്ധിച്ചൊരു വ്യക്തമായ മറുപടി നമുക്ക് ലഭ്യമാകും. അത് DGMO, പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള DGMO അത് തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറല്ല. അത് സൈനിക ആക്രമണങ്ങൾ വെടിനിർത്തലിനെ അനുകൂലമായ നിലപാടല്ല അദ്ദേഹം സ്വീകരിക്കുന്നതെങ്കിൽ തീർച്ചയായും അതീവ ഗുരുതരമായ റിയാക്ഷൻ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഭാരതം ശക്തമായി തിരിച്ചടിക്കുക തന്നെ ചെയ്യും. സ്വാഭാവികമായ തിരിച്ചടി ഇപ്പോൾ തന്നെ ഭാരതം നൽകി കഴിഞ്ഞുവെന്നും വിക്രം മിസ്രി സ്ഥിരീകരിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സമാധാനത്തിനുള്ള സാധ്യത പുലരുമോ അല്ലെങ്കിൽ സമാധാനം ഉണ്ടാകുമോ എന്ന ഒരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന സാഹചര്യവും നിലനിൽക്കുന്നു. ഈ രണ്ട് സാഹചര്യങ്ങളും ഒരുപോലെ ഒരേ അളവിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്, ഒരു അവസ്ഥയാണ് ഇന്നിപ്പോൾ ഉള്ളത്. അത് ഏത് രീതിയിലാണ് പരിണമിക്കുക എന്നത് മണിക്കൂറുകൾക്കകം അല്ലെങ്കിൽ അധികം താമസിയാതെ തന്നെ നിമിഷങ്ങൾക്കകം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ദേവിക.